നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളിലും പ്രതീക്ഷിക്കാവുന്ന കൊറോണ വൈറസിനെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യമാണ് ചൈന. ചൈനയിലാണ് കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. കൊറോണ വൈറസ് ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈനയിലെ സ്ഥലമാണ് വുഹാൻ. അപ്പോൾ ചൈനയിലെ വുഹാനിലെ ഫിഷ് മാർക്കറ്റിലാണ് കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത തീയതി 2019 ഡിസംബർ 31. 2019 ഡിസംബർ 31 കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. കൊറോണ വൈറസ് രോഗവ്യാപനത്തെ പറ്റി ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയ ചൈനീസ് ഡോക്ടർ ആരാണ്? ലീവൻ ലിയാങ് ആണ് കൊറോണ വൈറസ് രോഗവ്യാപനത്തെ പറ്റി ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയ ചൈനീസ് ഡോക്ടർ. കൊറോണ വൈറസ് അറിയപ്പെടുന്ന പേര് നോവൽ കൊറോണ വൈറസ്. കൊറോണ വൈറസ് അറിയപ്പെടുന്ന പേരെന്താണ്? നോവൽ കൊറോണ വൈറസ് എന്നതാണ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം കിരീടം, ക്രൗൺ അല്ലെങ്കിൽ പ്രഭാവലയം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിൽ വരും. മിക്കപ്പോഴും കിരീടമായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. കിരീടം, ക്രൗൺ അല്ലെങ്കിൽ പ്രഭാവലയം എന്നതാണ് കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. കൊറോണ ഏത് തരം രോഗമാണ്? പാൻഡമിക് ആണ്. പാൻഡമിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗത്തെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. കൊറോണ ഏത് തരം രോഗമാണ്? പാൻഡമിക് ഡിസീസ് ആണ്. കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമമാണ് COVID-19. കൊറോണ വൈറസിന് ലോക ആരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമമാണ് COVID-19. 2020 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചത് COVID-19 കൊറോണ വൈറസ് ബാധ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം. കൊറോണ വൈറസ് ബാധ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളം. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല തൃശൂർ. തൃശൂരിലാണ് ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. രണ്ടാമത് ആലപ്പുഴ ജില്ലയിൽ, മൂന്നാമത് കാസർഗോഡ് ജില്ലയിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിലെ കൽബുർഗിയിലാണ് ആദ്യത്തെ മരണം സംഭവിച്ചത്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് തായ്ലൻഡ്. അപ്പൊ ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? തായ്ലൻഡിലാണ്. ഏഷ്യക്ക് പുറത്ത് COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. അപ്പൊ ഏഷ്യക്ക് പുറത്ത് COVID-19 റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പൈൻസിലാണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പൈൻസിലാണ്. COVID-19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് അടച്ച രാജ്യമാണ് ഫിലിപ്പൈൻസ്. COVID-19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് അടച്ച ആദ്യ രാജ്യമാണ് ഫിലിപ്പൈൻസ്. ലോകത്തിൽ ആദ്യമായി COVID-19 ഗവൺമെന്റ് റെസ്പോൺസ് ട്രാക്കർ ആരംഭിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ലോകത്ത് ആദ്യമായി COVID-19 ഗവൺമെന്റ് റെസ്പോൺസ് ട്രാക്കർ ആരംഭിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ലോകത്തിൽ COVID-19 സ്ഥിരീകരിച്ച കുഞ്ഞ് ജനിച്ചത് എവിടെയാണ്? ലണ്ടനിലാണ് ലോകത്തിൽ COVID-19 സ്ഥിരീകരിച്ച കുഞ്ഞ് ജനിച്ചത്. കൊറോണ എന്ന പേരിൽ കറൻസി ഉള്ള രാജ്യമാണ് ചെക്ക് റിപ്പബ്ലിക്. അപ്പൊ ചെക്ക് റിപ്പബ്ലിക്കിലാണ് കൊറോണ എന്ന പേരിൽ കറൻസി ഉള്ളത്. COVID-19 വിമുക്തമായ ആദ്യ യൂറോപ്യൻ രാജ്യമാണ് സ്ലൊവേനിയ. അപ്പോൾ സ്ലൊവേനിയയിലാണ് COVID-19 വിമുക്തമായ ആദ്യ യൂറോപ്യൻ രാജ്യം.
COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1075 ആണ് 1075. COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ ആണ് ദിശ 1056. കേരളം ഫോം ചെയ്ത 1956 അപ്പൊ ആ 56 എടുക്കുക. 1056 ദിശ 1056 ആണ് കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ. COVID-19 രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രചാരണമാണ് ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ. ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ ആരംഭിച്ചത് കേരള സർക്കാരാണ് COVID-19 രോഗവ്യാപനം തടയാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഹോം സ്ക്രീൻ ടെസ്റ്റ് ഫോർ COVID-19 വികസിപ്പിച്ച സ്ഥാപനമാണ് ബയോൺ. ബയോണിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യ ഹോം സ്ക്രീൻ ടെസ്റ്റ് ഫോർ COVID-19. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് COVID-19 ടെസ്റ്റിംഗ് മെഷീന്റെ പേരാണ് കോബാസ് 6800. കോബാസ് 6800 ആണ് ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് COVID-19 ടെസ്റ്റിംഗ് മെഷീൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ട്രയൽ നടത്തിയ സ്ഥാപനം SCTIMS ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരമാണ് ആസ്ഥാനം. SCTIMS ആദ്യമായിട്ട് COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ട്രയൽ നടത്തിയ സ്ഥാപനം. അടുത്ത ചോദ്യം, COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെന്റ് ആശുപത്രിയാണ് കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെന്റ് ആശുപത്രി? ഏതാണ്? കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്ലാസ്മ റിസർച്ച് നടത്തുന്ന സ്ഥാപനമാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച്, ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിലാണ് ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്ലാസ്മ റിസർച്ച് നടത്തുന്നത്. ഇന്ത്യയിലെ ആദ്യ സീറോ COVID-19 സംസ്ഥാനമാണ് ഗോവ. അപ്പൊ ഗോവയാണ് കോവിഡ് മുക്തമായ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. രണ്ടാമത് മണിപ്പൂരാണ്. മണിപ്പൂർ. COVID-19 നേരിടുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ. അപ്പോൾ ഓപ്പറേഷൻസ് എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ നമസ്തേ ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ ആണ്. COVID-19 തുടർന്ന് വിദേശത്ത് അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സമുദ്രസേതു. ഓപ്പറേഷൻ സമുദ്രസേതു ആരുടേതാണ്? ഇന്ത്യൻ നാവികസേനയുടേതാണ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് വന്ദേ ഭാരത് മിഷൻ. COVID-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഷീൽഡ്. ഓപ്പറേഷൻ ഷീൽഡ് ആരുടേതാണ്? ഡൽഹി സർക്കാരിന്റെ ദൗത്യമാണ്. COVID-19 വ്യാപനം തടയുന്നതിനായി മാലിദ്വീപ് ഗവൺമെന്റിന് അവശ്യമരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ദൗത്യം ഓപ്പറേഷൻ സഞ്ജീവനി. അപ്പോൾ മാലിദ്വീപ് ഗവൺമെന്റിന് അവശ്യമരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സഞ്ജീവനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ആശുപത്രി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ആശുപത്രി നിലവിൽ വരുന്നത്. 1000 ബെഡാണ് അവർ സജ്ജീകരിക്കുന്നത്. ജനങ്ങളെ സാനിറ്റൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാനയിലാണ് വി സേഫ് ടണൽ, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, വി സേഫ് ടണൽ ആരംഭിച്ചത്. എന്താണ് ലക്ഷ്യം? ജനങ്ങളെ സാനിറ്റൈസ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. അടുത്ത ചോദ്യം, COVID-19 എതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആൽപ്സ് പർവ്വതനിരയിൽ, ഇവിടെ ആൽപ്സ് പർവ്വതനിര എന്ന് തിരുത്തി വായിക്കുക, ആൽപ്സ് പർവ്വതനിരയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം പ്രദർശിപ്പിച്ച രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്